നിലവില് ആലപ്പുഴ തോട്ടപ്പള്ളി സ്പില്ലുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ എൻവയറമെന്റൽ ക്ലിയറൻസോ മൈനിങ് പ്ലാനോ മറ്റ് സാങ്കേതികമായ ഒരു പരിജ്ഞാനവും നടപടികളുമില്ലാതെ 55 ലക്ഷം മെട്രിക് ടൺ മണല് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അങ്ങ് മന്ത്രി എന്ന നിലയിൽ അതിനെതിരെ ഒരു കമാന്നൊരു അക്ഷരം അങ്ങയുടെ എന്തുകൊണ്ട് ആ കാര്യത്തിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നില്ല? നമസ്കാരം. നിയമസഭയിൽ കൊമ്പ് കോർത്ത മാത്യു കുഴൽനാടനും സ്പീക്കറും. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേ നടപടികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനിടെ സംസാരം മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി കടന്നതോടുകൂടിയാണ് സ്പീക്കർ കുഴൽനാടനെ തടഞ്ഞത്. ഇതേ തുടർന്ന് സഭയിൽ നടന്ന വാഗ്വാദങ്ങളുടെ ദൃശ്യങ്ങളിലേക്ക്. സർ, അങ്ങ് ഈ കടലിൽ ഖനനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്കും പ്രദേശത്തും ഉണ്ടാകുന്ന വലിയ വിഷയങ്ങളെ കുറിച്ച് പരാമർശിച്ചു. അങ്ങ് ഒരു മത്സ്യ മേഖലയുടെ മന്ത്രി കൂടിയാണല്ലോ. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് കൊണ്ടുവന്ന് നമ്മൾ എതിർക്കുന്നു. ഇപ്പോൾ നിലവില് ആലപ്പുഴ തോട്ടപ്പള്ളി സ്പില്ലുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ എൻവയറമെന്റൽ ക്ലിയറൻസോ മൈനിങ് പ്ലാനോ മറ്റ് സാങ്കേതികമായ ഒരു പരിജ്ഞാനവും നടപടികളുമില്ലാതെ 55 ലക്ഷം മെട്രിക് ടൺ മണല് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അങ്ങ് മന്ത്രി എന്ന നിലയിൽ അതിനെതിരെ ഒരു കമാന്നൊരു അക്ഷരം അങ്ങയുടെ എന്തുകൊണ്ട് ആ കാര്യത്തിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നില്ല? ഈ മൂവാറ്റുപുഴ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഈ ആലപ്പുഴയെ പറ്റി അത്ര വലിയ പിടിയില്ല. 2018 ഏറ്റവും വലിയ പ്രളയം ബാധിച്ച ഒരു സ്ഥലമാണ് പത്തനംതിട്ട ആലപ്പുഴ ജില്ലയുടെ പ്രദേശങ്ങൾ. ആ 2018 പ്രളയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം തോട്ടപ്പള്ളിയിലെ അടിഞ്ഞുകൂടിയ മണൽ മാറ്റാതിരുന്നതാണ് കാരണമെന്ന് കണ്ടെത്തി പഠനത്തിലൂടെ. ആ കണ്ടെത്തിയതിന്റെ ഭാഗമായി 2015 ശേഷം അടിഞ്ഞുകൂടിയ മണൽ മാറ്റി തുടങ്ങി. ആ അടിഞ്ഞുകൂടിയ മണൽ മാറ്റാതെ ഞങ്ങളുടെ നാട്ടിലെ ആൾക്ക് ജീവിക്കാൻ കഴിയില്ല, കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, അപ്പർ കുട്ടനാട്ടിലെ ഓണാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ വസ്തുത നിങ്ങൾ നേർക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഇനി അത് പറയരുത്. ഞങ്ങളല്ലാതെ തോട്ടപ്പള്ളി ഭാഗത്തുനിന്ന് ഒരു അനധികൃത കാര്യവും നടത്തിയിട്ടില്ല.